ഇതാണ്ട സീറ്റമ്പഴം. ഇപ്പൊ സീറ്റമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അമ്പഴങ്ങ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ നാടൻ അമ്പഴങ്ങില്ലേ, അത് വലിയ മരമായിട്ട് പോവും. പിന്നെ നമുക്കത് സീസണിൽ മാത്രമല്ലേ കായ്ക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ കായ്ക്കണത് അമ്പഴങ്ങയാണ്. നല്ല മധുരമാണ് കേട്ടോ, ഒരു പുളി കലർന്ന മധുരമാണ്. നല്ല പച്ചമാങ്ങയുടെ ടേസ്റ്റാണ്. നാരുകൾ ഉണ്ടാവൂല, അങ്ങനത്തെയൊക്കെ നല്ല ഒരു ടേസ്റ്റി ആയിട്ട് അമ്പഴങ്ങയാണ് ഈ സീറ്റമ്പഴം. നമുക്ക് കുറഞ്ഞ സ്ഥലം മതി വളർത്താനായിട്ട്. ഇതിപ്പോൾ ഒരു 3 വർഷമായ ഒരു പ്ലാന്റാണ്. 3 വർഷമായിട്ട് വരെ ഇത്ര ആയിട്ടുള്ളൂ. കണ്ട, എന്നാൽ ഈ ചോലയിലൊക്കെ നിൽക്കണതാണ്. എങ്കിലും എപ്പോഴും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട, നമുക്ക് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ സീറ്റമ്പഴം. അപ്പോൾ സീറ്റമ്പഴത്തിൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. നമുക്കിത് വലിയ മരമായിട്ട് പോണില്ല, നമുക്ക് പൊട്ടിക്കാനായിട്ട് എളുപ്പമാണ്. ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പഴങ്ങയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്പഴ മരത്തുമ്മലൊക്കെ എന്ന് വെച്ചാൽ ബലമില്ലാത്ത മരമാണ്, നമുക്ക് കയറി പൊട്ടിക്കാനൊന്നും പറ്റൂല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ്. നമുക്കൊരു ബക്കറ്റിൽ വരെ നട്ട് വളർത്താൻ പറ്റിയാണ് സീറ്റമ്പഴം. കണ്ട, സീറ്റമ്പഴത്തിൻ്റെ ഇലയൊക്കെ നമ്മുടെ സാധാ അമ്പഴത്തിൻ്റെ ഇല ഇതേപോലെ അല്ല ഇരിക്കണത്, അത് വലിയ ഇലകളാണ്. സീറ്റമ്പഴത്തിൻ്റെ ഇലകളൊക്കെ ഇരിക്കണ ഇതേപോലെയാണ്. കണ്ട, ഇതുമേലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ കണ്ട പൂവിട്ടിട്ട് ചെറിയ അമ്പഴങ്ങളുണ്ട്, ഇടത്തരം അമ്പഴങ്ങളുണ്ട്. കണ്ട, വലിയ അമ്പഴങ്ങ ഉണ്ട്, താഴെ വലിയ അമ്പഴങ്ങൾ അടക്കണുണ്ട. അപ്പം പലതരത്തിലുള്ള എപ്പോഴും വർഷം മുഴുവനും കായായിരിക്കുമല്ലോ കേട്ടോ ഈ അമ്പഴങ്ങയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. നമുക്ക് നഴ്സറികളിൽ നിന്ന് കായായ അമ്പഴത്തിൻ്റെ തൈ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു അമ്പഴത്തിൻ്റെ തൈയൊക്കെ മേടിച്ച് നടണം. നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് ആദ്യം നടുമ്പോൾ തന്നെ നമുക്ക് എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നട്ടു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയോ കടലപ്പിണ്ണാക്കോ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് പരിചരണം വേണ്ട. വേനൽക്കാലത്ത് വാടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് നമുക്ക് യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തതാണ് അമ്പഴങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കിളികളുടെ ശല്യവും ഉണ്ടാവില്ല അമ്പഴങ്ങക്ക്. സാധാ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കിളികളുടെ ശല്യം ഉണ്ടാവും. ഇത് കിളികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സീറ്റമ്പഴത്തിൻ്റെ തൈയൊക്കെ മേടിച്ച് നടണം. അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും സീറ്റമ്പഴത്തിൻ്റെ തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.